തിരുവനന്തപുരം DCC അധ്യക്ഷന്റെ താൽക്കാലിക ചുമതല മുതിർന്ന നേതാവ് എൻ ശക്തന്. സാധാരണ രീതിയിൽ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വടംവലി നടക്കുന്ന കോൺഗ്രസിൽ തിരുവനന്തപുരം അധ്യക്ഷ സ്ഥാനം ആവശ്യപ്പെട്ട് ആരും രംഗത്തില്ല. ഇതിനിടെ 3 മാസം മുമ്പ് താനും പാലോട് രവിയും തമ്മിൽ നടത്തിയ സംഭാഷണം ഇപ്പോൾ പുറത്തു വന്നതിൽ ഗൂഢാലോചന ഉണ്ട് എന്നാണ് നടപടി നേരിട്ട ജലീൽ പറയുന്നത്. ഫോൺ വിളി വിവാദത്തിൽ നഷ്ടമായ പ്രതിച്ഛായ വീണ്ടെടുക്കാനാണ് എൻ ശക്തന് KPCC താത്കാലിക ചുമതല കൈമാറിയത്. DCCയിലെ ആഭ്യന്തര പ്രശ്നപരിഹാരമാണ് പ്രധാന ചുമതല. നമ്മുടെ അഭിപ്രായ വ്യത്യാസം മാറ്റിവെച്ച് ഒറ്റക്കെട്ടായി മുൻപോട്ട് പോകണമെന്ന് പറയുന്നത് ഒരു തെറ്റായി ഞാൻ കാണുന്നില്ല. പിന്നെ കൂട്ടത്തിൽ അദ്ദേഹം ഉപയോഗിച്ചപ്പോൾ 1-2 വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് ഉപയോഗിച്ചു പോയി എന്ന് മാത്രമാണ് ഞാൻ കാണുന്നത്. ഉപയോഗിക്കുമ്പോൾ ചില വാക്കുകൾ ഒഴിവാക്കേണ്ടതായിരുന്നു. ഇതിനിടെ ഗൂഢാലോചന ആരോപിച്ച് നടപടി നേരിട്ട പ്രാദേശിക നേതാവ് ജലീൽ രംഗത്തെത്തി. പാലോട് രവിയെ ക്ഷണിക്കാൻ പോയോ എന്ന് രതീഷ് ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ അദ്ദേഹം ക്ഷണിച്ചോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ക്ഷണിച്ച്. അപ്പോൾ അവർക്കൊരു സംശയമുണ്ട്, ക്ഷണിക്കാൻ സാധ്യതയില്ല എന്ന്. ഇല്ല, ക്ഷണിച്ചു. എന്നാൽ ജലീൽക്ക് ആ ഒരു വോയിസ് എനിക്ക് ഇട്ടുക എന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ ഇട്ടുകൊടുത്ത്. പെട്ടെന്ന് എനിക്കൊരു സംശയം തോന്നി. ഞാൻ ഡിലീറ്റ് ചെയ്തു. 100% അദ്ദേഹമാണ് പുറത്ത് വിട്ടത്. ഞാൻ വേറെ ആർക്കും അയച്ചിട്ടില്ല. അതുകൊണ്ട് രതീഷിനെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കും. കോൺഗ്രസ് എടുക്കാച്ചരക്കായി മാറുകയാണ്. ഇങ്ങനെ പോയാൽ പാർട്ടി ഉച്ചും കുത്തി വീഴും, 3ാമത് മാർക്സിസ്റ്റ് ഭരണം തുടരും എന്നായിരുന്നു പാലോട് രവിയുടെ പുറത്തുവന്ന ഫോൺ സംഭാഷണം. പുനഃസംഘടനയ്ക്ക് മുന്നോടിയായി DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരുപറ്റം നേതാക്കളുടെ പേരുകൾ ഉയരാറുണ്ടെങ്കിലും ഇത്തവണ അതില്ലെന്നത് ശ്രദ്ധേയമാണ്. മണക്കാട് സുരേഷ്, T ശരത്ചന്ദ്ര പ്രസാദ്, മുൻ മന്ത്രി VS ശിവകുമാർ എന്നിവരുടെ പേരുകൾ സജീവമാണ്. എന്നാൽ യുവ നേതാക്കൾ ആരും അവകാശവാദവുമായി മുന്നോട്ട് വരാത്തത് ശ്രദ്ധേയമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം പിടിക്കുക കോൺഗ്രസിന് അത്ര എളുപ്പമല്ല. നിലവിൽ UDF ഭരിക്കുന്ന പല പഞ്ചായത്തുകളും നഷ്ടമായേക്കുമെന്നും പ്രവർത്തകർക്ക് ആശങ്കയുണ്ട്. ഈ സാഹചര്യത്തിൽ DCC അധ്യക്ഷ പദവി ഏറ്റെടുക്കുന്ന ആൾ ആദ്യം ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടി വരിക തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലാകും. അതിനാൽ ഈ കടമ്പ കടക്കുക അത്ര എളുപ്പമല്ലാത്തതിനാലാണ് DCCയുടെ തലപ്പത്തേക്ക് വടംവലിയില്ലാത്തത്. ജില്ലയിൽ കോൺഗ്രസിന് ഒരു MLA മാത്രമാണുള്ളത്. സ്ഥാനാർത്ഥി നിർണയം അടക്കമുള്ള കാര്യങ്ങളിൽ DCC അധ്യക്ഷന്റെ നിലപാട് നിർണായകമാണ്. അതിനാൽ എല്ലാവരെയും ചേർത്ത് കൊണ്ടുപോകാവുന്ന ഒരു DCC അധ്യക്ഷനെ കണ്ടെത്തുക എന്നതാണ് കോൺഗ്രസിന് മുന്നിലെ വെല്ലുവിളി. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.